ഒരുപാട് സമയമായി വിഷയാവതരണം മുതൽ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്, ഉബൈദിയാക്കൾ കൊണ്ടുവന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഈ വാദം, മൗലിദാഘോഷത്തിനെതിരെയുള്ള വിമർശനം, അത് കൊണ്ടുവന്നത് ഖാദിയാനികളാണ്. ഖാദിയാനികളുടെ നേതാവ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഫർമായ, കേൾക്കണം നിങ്ങൾ, ഈദ് മീലാദ് ബിദ്അത്ത് ഹേ, ഈദേൻ ദോ ഹേ, ഇസ് तरह तो लोग नई नई इबादतें बनाते हैं. आन हजरत सल्लल्लाहु अलैहि वसल्लम के सबसे बड़े मुहिब तो सहाबा थे, उन्होंने कोई तीसरी ईद नहीं मनाई. ഇതേ വാദം ഉന്നയിച്ചിട്ടുള്ളത് അത് ഖാദിയാനികളാണ്. ഐസി ഈദ് നിക്കാൽനാ ജഹാലത്ത് കി ബാത് ഹൈ. ഈ വാദം ലോകത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഖാദിയാനികളാണ്. കേരളത്തിലെ വഹാബികൾ ഈ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഖാദിയാനികൾ ഉന്നയിച്ച വാദമാണ് ഈദ് മീലാദുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ബിദ്അത്താണ് എന്ന്. കേരളത്തിലെ വഹാബികൾ ഈ വാദം കൊണ്ടുവരുന്നതിന് മുമ്പ് ഖാദിയാനികളാണ് ഈ വാദം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന ചോദ്യം എന്നാണ് അവിടെ വായിച്ചത് കേട്ടോ. പക്ഷേ ഈ വായിച്ചത് എന്താണ്? ഉറുദുവിലാണ് വായിച്ചത്. അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ല ഉദവി. വായിച്ചത് എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഫൈസൽ മൗലവി അതിന് പറയുന്ന മറുപടിയാണ് രസം. അത് കേട്ടോക്കി. പിന്നെന്താ, ഷിയാക്കളാണ് തുടങ്ങിയത്, ഖാദിയാനികൾ പറഞ്ഞാണെന്ന് ഓൽക്ക് വരെ മനസ്സിലായി. ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാന്ന് നിങ്ങൾക്ക് മാത്രം മനസ്സിലായില്ല. ഷിയാക്കളാ തുടങ്ങിയത് ഖാദിയാനികൾ പറഞ്ഞു എന്നല്ല, ഷിയാക്കളാണ് തുടങ്ങിയത് എന്ന് ഖാദിയാനികൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഇയാൾ അതിൽ നിന്ന് വായിച്ചതെന്ന് മനസ്സിലാക്കിയത്. ഷിയാക്കളാണ് തുടങ്ങിയത് എന്ന് ഖാദിയാനികൾ പറഞ്ഞു എന്നല്ല, നബിദിനം ബിദ്അത്താണ് എന്നുള്ളത് ഖാദിയാനികളുടെ വാദമാണ്. അത് ഖാദിയാനികൾ പറഞ്ഞു. അതാണ് ഹുദവി വായിച്ചത്. ഹസ്രത്ത് ഖലീഫ അൽ മസീഹ് ഫർമായ, അദ്ദേഹം പറയാണ്, ഈദ് മീലാദ് ബിദ്അത്ത് ഹേ, ഈദ് മീലാദ് നബിദിനാഘോഷം ബിദ്അത്താണ്. ഈദോൻ ദോ ഹേ, ഈദ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണേ ഉള്ളൂ. സാധാരണ വഹാബികളും പറയില്ല, ആകെ നമുക്ക് 2 പെരുന്നാളേ ഉള്ളൂ. അതേ വാദം തന്നെയാണ് ഖാദിയാനികൾ പറയുന്നത്. ഇനി പറയുന്നു നോക്കൂ, വഹാബികൾ പറയുന്ന അതേ വാദം തന്നെയാണ് പറയുന്നത്. ഇസ് തൊറഹത്തോ ലോഗ് നൈ നൈ ഈദേ ബനാത്തെ ജായേങ്കെ, ജനങ്ങൾ പുതിയ പുതിയ ഈദുകൾ ഉണ്ടാക്കുന്നു. നബിദിനാഘോഷം ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് പറയണേ. ആകെ 2 പെരുന്നാളേ ഉള്ളൂ. ജനങ്ങൾ പുതിയ പുതിയ പെരുന്നാളുകൾ ഉണ്ടാക്കുന്നു, ഈദുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർ പറയും നോക്കൂ, ആൻ ഹസ്രത്ത് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം के सबसे बड़े मुहिब सहाबा थे, उन्होंने कोई तीसरे ईद नहीं मनाई. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേ അറ്റം ഇഷ്ടപ്പെട്ട സ്വഹാബികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്നുള്ള വഹാബികളുടെ വാദം എവിടെ നിന്ന് വന്നതാ? ഒക്കെ നിങ്ങൾ ഖാദിയാനികൾ അതേ വാദം ഉന്നയിച്ചവരാണ്. ഖാദിയാനികൾ അതേ വാദം ഉന്നയിച്ചവരാണ്. നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് നബിദിനം ആഘോഷിച്ച കാലമുണ്ടായിരുന്നു. ആര്? അന്നത്തെ മുജാഹിദുകളും അന്നത്തെ സുന്നികളും ഒക്കെ ഒരുമിച്ച് നബിദിനം ആഘോഷിച്ച കാലം ഉണ്ടായിരുന്നു. അടുത്ത കാലത്താണ് നബിദിനം ബിദ്അത്താണ് എന്നുള്ള ആശയം കേരളത്തിലേക്ക് വന്നത്. ആ ആശയം കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് പ്രചരിപ്പിച്ചവരാരാ? അത് ഖാദിയാനികളായിരുന്നു, മോഡേണിസ്റ്റുകളായിരുന്നു. നോക്ക് നിങ്ങൾ, നമ്മൾ ഒന്നിച്ച്, അതായത് മുജാഹിദുകളും നമ്മളൊക്കെ ഒരുമിച്ച് നബിദിനാഘോഷം, കെ എം മൗലവി, MCC മൗലവി, വക്കം മൗലവി തുടങ്ങിയവരുടെ നേതാക്കളൊക്കെ നബിദിനം ആഘോഷിച്ചു എന്ന് മാത്രമല്ല, ആഘോഷിക്കണമെന്ന് വിളംബരം ചെയ്തു. ആഘോഷിച്ചത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അൽ മുർഷിദിലും അൽ ഇർഷാദിലും മറ്റുള്ള എല്ലാ രേഖകളിലും ഇതിന് തെളിവുണ്ടെന്ന് ചോദിച്ചപ്പോൾ യാതൊരു ഉത്തരവും അവർക്ക് ഉണ്ടായില്ലല്ലോ, യാതൊരു മറുപടി അവർക്ക് ഉണ്ടായില്ല. കെ എം മൗലവിനെ തള്ളുകയാണ് അവർ ചെയ്തത്. നോക്ക് നിങ്ങൾ, മുൻഗാമികളായ ഇവരുടെ മുൻഗാമികൾ തന്നെയായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകന്മാരായ ആളുകൾ നമ്മളോടൊപ്പം നബിദിനം ആഘോഷിച്ചവരായിരുന്നു. പിന്നെ ഈ ആശയം എവിടെ നിന്ന് വന്നു? ഖാദിയാനികളിൽ നിന്ന് കടമെടുത്തു. ഇതേപോലെ റഷീദ് റിളയെ പോലുള്ള മോഡേണിസ്റ്റുകളിൽ നിന്ന് കടമെടുത്തു. ആ സോഫ്റ്റ്വെയറാണ് അവരിവിടെ വർക്ക് ചെയ്യിപ്പിച്ചത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അനുഭവിക്കുന്ന ആശയപാപ്പരത്വത്തിൻ്റെ
അടിസ്ഥാന കാരണം മുജ്തബ ഫൈസി അതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് അതൊന്ന് കേട്ട് നോക്ക്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന വാദം ഇമാമുകളുടെ പിൻബലമില്ല, ആയത്തിന്റെ പിൻബലമില്ല, ഹദീസില്ല, പിന്നെ എവിടുന്ന് കിട്ടി? അത് നിങ്ങൾക്ക് കിട്ടിയത് ഖാദിയാനികളിൽ നിന്നാണ്. ഖാദിയാനികളുടെ മോഡേണിസത്തിന്റെ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ഇസ്ലാമിക് മോഡേണിസ്റ്റുകളുടെ, മെറ്റീരിയലിസ്റ്റുകളുടെ, റഷീദ് റിളയെ പോലെയുള്ള മതയുക്തിവാദികളുടെ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ആരാണ് ഖാദിയാനികൾ? പരിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നവരല്ലേ? പ്രവാചകത്വത്തിന്റെ ഖത്മുൻ നുബുവത്തിനെ നിഷേധിക്കുന്നവരല്ലേ? ആ ഖാദിയാനികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടിലല്ലേ ഇവിടെ അവതരിപ്പിച്ചത്. ഒരു രേഖയും ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും ഖാദിയാനികളുടെ അടക്കമുള്ളവരുടെ വാദമായിരുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ പുനർവിചിന്തനം നടത്തണം. നിങ്ങളുടെ ആ വാദത്തിന്റെ മുൻഗാമികൾ ചെയ്യാത്തത് കൊണ്ട് പാടില്ലെന്ന ആ വാദത്തിന്റെ മുനയൊടിച്ചു കളഞ്ഞിട്ടുണ്ട് ഓരോ ചോദ്യങ്ങളും. നോക്കൂ, നിങ്ങൾ എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ചെറുവാടി സംവാദം വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ സംവാദത്തിൻ്റെ ഒരു വിജയം. അതിനെ ഗണ്ണിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഓരോ ചോദ്യങ്ങളും അവരുടെ കരണത്താണ് കൊണ്ടത്. അതിന് കൃത്യമായ മറുപടി പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് ചെറുവാടി സംവാദത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.